Good morning. Good morning, teacher. Thank you. സെക്കൻഡ് ഇയർ ആയില്ലായിരുന്നു, നല്ല ഫ്രഷ് മൈൻഡഡ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നതല്ലേ. നമ്മൾക്ക് ഇന്ന് ബിസിനസ് സ്റ്റഡീസ് പഠിക്കാം. കഴിഞ്ഞ പീരീഡ് അക്കൗണ്ടൻസി അല്ലായിരുന്നോ? അപ്പോൾ നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് ഏതാ ബിസിനസ് സ്റ്റഡീസ് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബിസിനസ് അല്ലേ, ബിസിനസിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? പ്രോഫിറ്റ് ഉണ്ടാക്കുക അല്ലേ. പക്ഷേ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളൊരു മോട്ടീവ് അല്ലാതെ അവർക്ക് വേറൊരു മോട്ടീവ് കൂടിയുണ്ട്. എന്തൊക്കെയോ ചില കാര്യങ്ങൾ കുറയ്ക്കാം, അല്ലെങ്കിൽ അതിനെ മീറ്റ് ചെയ്യുക, എന്തൊക്കെയായിരിക്കും അതെന്ന് പറയുന്നത്? എന്തായിരിക്കും ഒരു ബിസിനസിനെ സംബന്ധിച്ച് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം എന്തായിരിക്കും? റിസ്ക് അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടെന്നാണ് റിസ്ക്. എന്താണ്? പ്രഡിക്റ്റ് ചെയ്യാനേ പറ്റത്തില്ല. അപ്പോൾ ബിസിനസിനെ സംബന്ധിച്ച് അവർക്ക് ഉണ്ടാകുന്ന റിസ്കിനെ അവർക്ക് എന്ത് ചെയ്യാം? കുറയ്ക്കാനായിട്ട് പറ്റും. അങ്ങനെ കുറയ്ക്കണമെങ്കിൽ അവരെന്തൊക്കെ പ്രിക്കോഷൻസ് ഒരു ബിസിനസ് എടുക്കണമായിരിക്കും അറിയോ? ടീച്ചർ വേറൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മളുടെ ഒരു വെഹിക്കിൾ, ഈ വെഹിക്കിളിൽ നമ്മൾ ഒരു സംഭവം എടുക്കാറുണ്ട്. ഞാൻ ആ ടേം ഇപ്പോൾ പറയുന്നില്ല, നിങ്ങൾ പറയാം. അപ്പോൾ ഈ വെഹിക്കിളിൽ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റോ എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൻ്റെ പൈസ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് വെഹിക്കിൾ എടുക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നമ്മൾ ഇയർലി നമ്മൾ എന്ത് ചെയ്യും? ഒരു സംഭവത്തിന്മേൽ നമ്മളൊരു പൈസ അടയ്ക്കും. അപ്പോൾ അത് നമ്മളങ്ങനെ പേ ചെയ്ത് ആ ഒരു വെഹിക്കിളിന്മേൽ അത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഒരു കമ്പനി ക്ലെയിം എമൗണ്ട് തരും. ഇനി പറയാൻ പറ്റും എന്തായിരിക്കും ആ ഒരു ടേം എന്ന്? ഇൻഷുറൻസ്. അതെ, നമ്മൾ എന്താണ് വെഹിക്കിളിൽ നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ എന്തൊക്കെ ഇൻഷുറൻസ് എടുക്കുന്നുണ്ടാവും? നമ്മുടെ ഹെൽത്തിന് എടുക്കുന്നുണ്ടാവും അല്ലേ. പിന്നെ അതുപോലെ തന്നെ ലൈഫിന് എടുക്കുന്നുണ്ടാവും. ഇപ്പോൾ കമ്പനിയെ സംബന്ധിച്ച് ഫയർ ഇൻഷുറൻസ് ഉണ്ടാവും, മറൈൻ ആണെങ്കിൽ മറൈൻ ഇൻഷുറൻസ്, അങ്ങനെ പല തരത്തിലുള്ള ഇൻഷുറൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ ടീച്ചർ പറയാം. അരുൺ എന്ന് പറയുന്നൊരു വ്യക്തി, ആ വ്യക്തിക്ക് അയാളുടെ ഫാമിലിനെ എന്താ ഫ്യൂച്ചറിൽ എന്തായിട്ട് സേവ് ചെയ്യാം. ഇപ്പം അയാൾക്ക് എന്തെങ്കിലും ആപത്ത് വരാതിരിക്കട്ടെ, എന്തെങ്കിലും ഒരു ആപത്ത് അയാൾക്ക് വന്നാൽ അയാളുടെ ഫാമിലിക്ക് ഒരു ലോസ് ഉണ്ടാകാതെ അവരെന്താണ് സെക്യൂർ ചെയ്യാനായിട്ട് അയാൾ ആഗ്രഹിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അയാൾ എന്തായിരിക്കും എടുക്കുന്നുണ്ടാവുക? ലൈഫ് ആണെങ്കിൽ എന്തായിരിക്കും? ലൈഫ് ഇൻഷുറൻസ് എടുക്കണം അല്ലേ. ലൈഫ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ലൈഫ് ഇൻഷുറൻസ് എടുക്കണം. ക്ലിയർ ആണോ? അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഇൻഷുറൻസ്, നമ്മളുടെ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ, അരുൺ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു കമ്പനി ഉണ്ടാകും അല്ലേ. നമ്മളിപ്പോൾ ഇൻഷുറൻസ് ചെയ്യണം, അപ്പോൾ ഇതൊരു കമ്പനി ഉണ്ട്. അപ്പോൾ ഈ അരുൺ എന്ന് പറയുന്ന വ്യക്തിയെ ഇൻഷുറൻസ് കമ്പനി രണ്ട് ടേമിലാണത് പറയുന്നത് നമ്മളുടെ ബിസിനസ് റിലേറ്റഡ്. അരുൺ എന്ന് പറയുന്ന വ്യക്തി ആരാണ് ഇവിടെ? ഇൻഷുർഡ് ആണ്. അയാളുടെ ലൈഫിലെ കമ്പനി സേവ് ചെയ്യുന്നത്. അപ്പോൾ ഹി ഈസ് നോൺ ആസ് എ ഇൻഷുർഡ്. ആ കമ്പനിനെ നമ്മൾ എന്താണ് പറയുന്നത്? ഇൻഷുറർ. എന്താണ്? ഇൻഷുറർ. അപ്പൊ ഇൻഷുർഡ് ഇവിടെ ആരാണ്? അരുണാണ് ഇവിടുത്തെ ഇൻഷുറർ. കമ്പനിയാണ് ഇൻഷുറർ. ഇവർ തമ്മിൽ എന്തുണ്ടാകുന്നു? ഒരു എഗ്രിമെന്റ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് ഉണ്ടാകുന്നു. എന്തുണ്ടാകുന്നു? എഗ്രിമെന്റ് അല്ലെങ്കിൽ കോൺട്രാക്ട്. അപ്പം ഒരു ഇൻഷുറൻസിനെ സംബന്ധിച്ച് രണ്ട് പാർട്ടീസ് ഉണ്ടായിരിക്കാണ്, ഇൻഷുർഡും ഇൻഷുററും ഉണ്ടാകുന്നു. ഇവർ തമ്മിൽ എന്തുണ്ടാകുന്നു? ഒരു എഗ്രിമെന്റ്. എന്താണ്? എഗ്രിമെന്റ് ഓർ എന്ന് പറയാം കോൺട്രാക്ട്. ഇവർ തമ്മിൽ ഒരു എഗ്രിമെന്റ് അല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് ഉണ്ട്. എന്താണ് ഇവിടുത്തെ എഗ്രിമെന്റ്? ഈ അരുൺ എന്ന് പറയുന്ന വ്യക്തി ഒരു എമൗണ്ട് കമ്പനിക്ക് പേ ചെയ്യുന്നു. ചിലപ്പോൾ ടേം ആവാം, ഇയർലി ആവാം. കമ്പനിക്ക് എന്ത് ചെയ്യുന്നു? പേയ്മെന്റ് ചെയ്യുന്നു. ഇയാൾക്ക് എന്തെങ്കിലും ഒരു അഡ്വാൻസിന് എന്തെങ്കിലും ഒരു കണ്ടിജൻസി ഉണ്ടായി കഴിഞ്ഞാൽ ഈ കമ്പനി എന്ത് ചെയ്യുന്നു? ആ ഒരു എമൗണ്ട് ആർക്ക് കൊടുക്കുന്നു? ഈ അരുണിന്റെ ഫാമിലിക്ക് കൊടുക്കുന്നു. അതാണ് ഇൻഷുറൻസ് കൊണ്ടുള്ള ഒരു ടേമിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ രണ്ട് പാർട്ടീസ് ആരൊക്കെയാണ്? ഇൻഷുർഡും ഉണ്ട്, ഇൻഷുററും ഉണ്ട്. ഇൻഷുർഡ് എന്ന് വെച്ചാൽ ആരാണ്? ആരുടെ ലൈഫിനെയാണോ കമ്പനി സേവ് ചെയ്യുന്നത് അയാളെ നമ്മൾ എന്തെന്ന് പറയുന്നു? ഇൻഷുർഡ്. ആർക്കാണോ കമ്പനി എമൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത് അവരെ നമ്മൾ കമ്പനിയെ നമ്മൾ എന്താ വിളിക്കുന്നത്? ഇൻഷുറർ എന്ന് വിളിക്കും. അപ്പൊ ഇവർ തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് അല്ലെങ്കിൽ കോൺട്രാക്ട് ആണ് എന്തെന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? പിന്നെ അപ്പം ഇതുവരെ എന്താണ്? ഇൻഷുർഡും ഉണ്ട്, ഇൻഷുററും ഉണ്ട്, ഇവർ തമ്മിൽ കോൺട്രാക്ട് ഉണ്ട് അല്ലെങ്കിൽ എഗ്രിമെന്റ് ഉണ്ട്. ക്ലിയർ ആണല്ലോ? പിന്നെ ഇനി ടീച്ചർ ഈ പറഞ്ഞതിൻ്റെ ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റ് കാണിച്ചിട്ടുണ്ട്. എന്താണ്? നിങ്ങൾ പോളിസി ഡോക്യുമെന്റ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങളുടെ പാരൻസിനൊക്കെ അത് അറിയാം. ഇതെന്ന് പറഞ്ഞു നോക്കൂ, ഇത് സ്റ്റാർ ഹെൽത്തിൻ്റെ ആണ്. ഇത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത്? നമ്മൾക്ക് എന്തെങ്കിലും മെഡിക്കൽ റിലേറ്റഡ് എന്തെങ്കിലും എക്സ്പെൻസസിലേക്ക് നമ്മൾക്ക് പേഴ്സണലി നമ്മൾക്ക് മീറ്റ് ചെയ്യാനാണ് നമ്മളുടെ ഫാമിലിക്ക് വേണ്ടി നമ്മൾ എന്തെടുക്കുന്നത്? സ്റ്റാർ ഹെൽത്ത് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓണർ ആരായിരിക്കും? നിങ്ങളുടെ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ ആരാണോ പോളിസി എടുത്തത് അദ്ദേഹമായിരിക്കും ഓണർ. ഈ കമ്പനിയാണ് എന്ത് നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? ആ ക്ലെയിം എമൗണ്ട്. നമ്മൾക്കിപ്പോൾ ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റ് ആകുകയാണെങ്കിൽ എന്ത് പറ്റുന്നു?
നമ്മൾക്ക് ഉണ്ടാവുന്ന എക്സ്പെൻസസ് എല്ലാം ആര് തരും? ഈ സ്റ്റാർ ഹെൽത്ത് എന്ന് പറയുന്നൊരു കമ്പനി തരും. ഓക്കെ, പിന്നെ അടുത്ത് നോക്കൂ, ഇതാണ് LIC. ടീച്ചർ നേരത്തെ പറഞ്ഞില്ലേ ലൈഫ് ഇൻഷുറൻസ്, നമ്മുടെ ലൈഫ് സെക്യൂർ ചെയ്യാൻ വേണ്ടി. അപ്പം ഇതാണ് LICയുടെ പോളിസി ബുക്ക്. അതിൽ ഇതാണ് പോളിസി ഡോക്യുമെൻറ്റ്. ഇതിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും? ഇതിൽ എത്ര എമൗണ്ട് ആണ് നമ്മൾ പേ ചെയ്യേണ്ടത്, നമ്മൾക്ക് ലാസ്റ്റ് നമ്മൾക്ക് എത്ര എമൗണ്ട് നമ്മൾക്ക് കിട്ടും, അല്ലെങ്കിൽ ഇവിടെ ആരാണ് അതിൻ്റെ നമ്മുടെ ബെനിഫിഷ്യറി ആരാണ്, എത്ര എമൗണ്ട് നമ്മൾ ടേം പീരീഡ് അടയ്ക്കണം എന്നൊക്കെ പറയുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് ഇതെന്ന് പറഞ്ഞാൽ LICയുടെ ഈ ഒരു ഡോക്യുമെൻറ്റ്. ക്ലിയർ ആണോ? നിങ്ങൾക്ക് പിന്നീട് ഈ 2 ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യും. അപ്പോൾ ഇതുവരെ ക്ലിയർ ആണല്ലോ? എന്താണ് ഇൻഷുറൻസ്? അവിടെ 2 പാർട്ടീസ് ഉണ്ട്, ഇൻഷുററും ഉണ്ട്, ഇവർ തമ്മിലൊരു കോൺട്രാക്റ്റ് ഉണ്ട്. ഇൻഷുററിന് എന്തെങ്കിലും ഒരു കണ്ടിജൻസി ഉണ്ടായി കഴിഞ്ഞാൽ ആരാണ് എമൗണ്ട് പേ ചെയ്യുന്നത്? കമ്പനി, ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യുന്നു? അയാൾക്ക് പേ ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പം നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ബിസിനസ്സിലെ ഇൻഷുറൻസ് എന്താണെന്നും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് എന്താണെന്നും അതിനകത്തുള്ള കുറച്ചുകൂടി ഈ പാർട്ടീസ് ഇൻവോൾവ് എന്തൊക്കെയാണ് ഈ ഇൻഷുറൻസിനകത്ത് വരുന്ന ടേംസും പാർട്ടീസുകളും നമുക്ക് കുറച്ചുകൂടെ ഇലാബറേറ്റ് ചെയ്ത് പഠിക്കാം. ഇതുവരെ ക്ലിയർ ആണോ? താങ്ക് യു.